തന്നെയാണ്. എന്തായാലും തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ കൂട്ടത്തോടെ സംസ്കരിക്കാനാണ്. ശരി, അപ്പം അനീഷിലേക്ക് ഉടൻ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നതായാലും തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ കൂട്ടത്തോടെ സംസ്കരിക്കാനാണ് തീരുമാനം. പുത്തുമലയിലാണ് ഇതിന് സൗകര്യമൊരുക്കുന്നത്. പുത്തുമലയിൽ നിന്ന് അനീഷ അല്പസമയത്തിനകം ചേരുമെന്ന് മനസ്സിലാക്കുന്നു. അനേകായിരം മനുഷ്യരുടെ ബന്ധുക്കളും സഹോദരങ്ങളും അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെയാണ് തിരിച്ചറിയാൻ പോലും ആവാതെ ആ മണ്ണിനടിയിൽ കിടക്കുന്നത്. ഇത്തരത്തിൽ തിരിച്ചറിയാൻ പോലും ആവാത്ത മൃതദേഹങ്ങളെ കൂട്ടത്തോടെ സംസ്കരിക്കുക എന്നതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ, ഈ പുത്തുമലയിലാണ് അനീഷ് ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. ആയിരക്കണക്കിന് അല്ലെങ്കിൽ ആളുകളുടെ ബന്ധുക്കളാണ് തിരിച്ചറിയാൻ പോലും ആവാതെ ആ മണ്ണിൽ പൊതഞ്ഞ് കിടന്നത്. അവരെയാണ് ഇപ്പോൾ ഒരുമിച്ച് സംസ്കരിക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. അല്ലെ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അനീഷ്? തീർച്ചയായും അങ്ങേയറ്റം വൈകാരികമായ ഒരു രംഗങ്ങൾക്ക് തന്നെയാണ് ഇനി വരുന്ന നിമിഷങ്ങളിൽ ഈ പുത്തുമല സാക്ഷ്യം വഹിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉരുൾപൊട്ടൽ നടന്ന നിരവധി ജീവനുകൾ അപഹരിക്കപ്പെട്ട ഒരു മണ്ണുകൂടിയാണ്. അതിനോട് ഏതാണ്ട് അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ മൃതശരീരങ്ങൾ, അജ്ഞാത മൃതശരീരങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. വിവിധ ദിവസങ്ങളായി കമ്മ്യൂണിറ്റി ഹാളിൽ മേപ്പാടിയിൽ സൂക്ഷിച്ചിരുന്ന മൃതശരീരങ്ങളാണ് ഇവ. അധികം നാളിനെയും സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി. കാരണം പലതും വലിയ രീതിയിലുള്ള അംഗഭംഗം വന്ന ശരീരഭാഗങ്ങളാണ് ലഭിച്ചത്. ചിലയിടങ്ങളിൽ ചില ശരീരഭാഗങ്ങൾ മാത്രം ലഭിച്ച സംഭവങ്ങളുമുണ്ട്. അതുകൊണ്ട് ഒരുപാട് ദിനത്തിലേക്ക് എത്തിച്ച് വെക്കാൻ കഴിയാത്ത സാഹചര്യം. പലരും ഈ മൃതശരീരങ്ങൾ തിരിച്ചറിയാനായി വന്നെങ്കിലും ഇന്ന് സംസ്കരിക്കാനൊരുങ്ങുന്ന മൃതശരീരങ്ങൾ തിരിച്ചറിയാൻ കഴിയാഞ്ഞ ഒരു സാഹചര്യം. അതുകൊണ്ടാണ് അവയുടെ DNA സാമ്പിളൊക്കെ അടക്കം ശേഖരിച്ച് വെച്ച ശേഷം ഔദ്യോഗികമായ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ ആ മൃതശരീരങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. നേരത്തെ 5 മൃതശരീരങ്ങൾ ഇത്തരത്തിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ചേർന്നെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. സർവ്വമത പ്രാർത്ഥനയും ഈ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി നടക്കും. ഏത് മതത്തിലുള്ള ആളാണെന്നത് പ്രശ്നമല്ലാതെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള പുരോഹിതന്മാരടക്കം ഇവിടെ എത്തും. ഒപ്പം നാട്ടുകാരുടെ ഒരു വൻ കൂട്ടവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് കൂടുതലും വോളണ്ടിയർമാരാണ്. ഈ സന്നദ്ധ പ്രവർത്തനത്തിനായി ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്ന ആളുകളാണ്. അവർ ഈ വേണ്ട കാര്യങ്ങളൊക്കെ സഹായിച്ച് നൽകുന്നു. ഒപ്പം മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് 65 കുഴികൾ നിർമ്മിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അങ്ങേയറ്റം സങ്കടകരമായ രംഗങ്ങൾ തന്നെയാണ്. കാരണം ഒരു നാട്ടിൽ ഒന്നിച്ച് അനുകൂലമാണ്, കാലാവസ്ഥ അനുകൂലമാണ് ആ റിപ്പോർട്ട് പറയുന്നത്.